നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ പണിമുടക്ക്. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി നടത്തിയ പണിമുടക്ക് പൂർണ്ണം. പണിമുടക്ക് ബന്ദിന് സമാനമായി. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാട്, തൃശൂർ, ഷൊർണൂർ, കുളപ്പള്ളി, പത്തിരിപ്പാല, കോട്ടായി തുടങ്ങിയ മേഖലകളിൽ പണിമുടക്ക് അനുകൂലികളുടെ പ്രകടനം. പണിമുടക്ക് സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ UPA സർക്കാർ കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളുടെ പേര് മാറ്റി സ്വന്തം പേരിലാക്കാൻ ലജ്ജയില്ലാത്ത ആളാണ് നരേന്ദ്രമോദിയെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. രാജ്യത്തെ മനുഷ്യസമ്പത്തും മൂല്യങ്ങളും അടിയറവ് വയ്ക്കുന്നതാണ് അമേരിക്കയുമായുള്ള വ്യാപാര കരാറെന്ന് AK ബാലൻ. ഇടതുപക്ഷത്തു നിന്നുമാണ് ഇടതുപക്ഷത്തിന്റെ വീഴ്ചകളെ വിമർശിക്കുന്നതെന്ന് K. സച്ചിദാനന്ദൻ. സ്വയം വിമർശനമില്ലെങ്കിൽ അപ്രമാദിത്യം തോന്നാമെന്ന് താൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. പൊതുതത്വത്തെ പോലും ഇവിടുത്തെ പാർട്ടി യുദ്ധങ്ങളിലേക്ക് ചുരുക്കി ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നും സച്ചിദാനന്ദൻ. കാർഷിക മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. നെല്ല് സംഭരണത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും EN സുരേഷ് ബാബു. ചിങ്ങം 1 കരിദിനം ആചരിച്ചവരും ട്രാക്ടർ റാലി നടത്തിയവരും എവിടെയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി. ചെറുതുരുത്തിയിലും തൃശ്ശൂരിലും മോഷണം. ചെറുതുരുത്തിയിലെ പ്ലംബിംഗ് കടയിലും തൃശ്ശൂരിലെ 2 ക്ഷേത്രങ്ങളിലുമാണ് കവർച്ച. മുള്ളൂർക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യം പുറത്ത്. മുള്ളൂർക്കരയിൽ ഓടിട്ട വീടിന് തീപിടിച്ച് ഭാഗികമായി കത്തിനശിച്ചു. വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം. കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹം തള്ളി BJP നേതാവും പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സണുമായ പ്രമീള ശശിധരൻ. 28 വർഷം ജനപ്രതിനിധിയാവുകയും സംഘത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്താണ് താൻ മുന്നോട്ടു പോകുന്നതെന്നും പ്രമീള ശശിധരൻ. ഷൊർണൂർ മാരിയമ്മൻ കോവിലിൽ പൂജ മഹോത്സവം ആഘോഷ നിറവിൽ. പരുത്തിപ്പള്ളി ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രം. ആവേശക്കാഴ്ചയായി കടയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂര മഹോത്സവം. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കാളിയാർ ഓടിച്ചതരക്കുട നേർച്ചയ്ക്ക് കൊടിയേറി. വാർത്തകൾ വിശദമായി. ദേശീയ പണിമുടക്ക് പാലക്കാട് ജില്ലയിൽ പൂർണ്ണം. പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ചുള്ള പ്രധാന വ്യാപാര സ്ഥാപനങ്ങളിലൊന്നും തുറന്നു പ്രവർത്തിച്ചില്ല. അതേസമയം മെഡിക്കൽ ഷോപ്പുകളും എമർജൻസി വാഹനങ്ങളും സാധാരണ പോലെ സർവീസ് നടത്തിയിരുന്നു. KSRTC ആദ്യം സർവീസ് നടത്തുമെന്ന് അറിയിച്ചെങ്കിലും ജീവനക്കാർ ഭൂരിഭാഗം പണിമുടക്കിൽ പങ്കെടുത്തതുകൊണ്ട് KSRTCക്ക് സർവീസ് നടത്താനായില്ല. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് പാലക്കാട് ജില്ലയിൽ പൂർണ്ണം. പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ചുള്ള പ്രധാന വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല. അതേസമയം മെഡിക്കൽ ഷോപ്പുകളും മറ്റ് എമർജൻസി വാഹനങ്ങളും ഇന്ന് സാധാരണ പോലെ സർവീസ് നടത്തുകയും തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തു. KSRTC സർവീസുകൾ ആദ്യം നടത്തുമെന്ന് പറഞ്ഞെങ്കിലും KSRTC ജീവനക്കാരിൽ ഭൂരിഭാഗവും പണിമുടക്കിൽ പങ്കുചേർന്നതോടെ KSRTC സർവീസുകളും നിരത്തിലിറങ്ങിയില്ല. സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. കൊച്ചി സേലം ദേശീയപാതയിൽ വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് നടത്തിയിരുന്നത്. സ്വകാര്യ വാഹനങ്ങൾ ഉള്ളവർ പോലും നിരത്തിലിറങ്ങിയത് അപൂർവമായിരുന്നു. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റ് സ്വകാര്യ വാഹനങ്ങളും KSRTCകളും ഇല്ലാത്തതിനാൽ ട്രെയിൻ സർവീസിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കോട്ടായി മേഖലയിലും ദേശീയ പണിമുടക്ക് പരിപൂർണമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്തെ 10 ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ദേശീയ പണിമുടക്ക് തൃശൂർ ജില്ലയിൽ പൂർണ്ണം. നഗരത്തിൽ തുറന്നു പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് സമരക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അടച്ചു. INDCയുടെ നേതൃത്വത്തിലുള്ള വലതു സംഘടനകൾ AG ഓഫീസിന് മുന്നിലും CITU, AITU തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ തൃശൂർ പട്ടാളം റോഡിലെ സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും ധർണകൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 500 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും റാലികളും സംഘടിപ്പിച്ചു. തൊഴിൽ കോഡുകൾ പിൻവലിക്കുക എന്നതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സംസ്ഥാനത്ത് പണിമുടക്കിന് മുന്നോടിയായി തൊഴിലുടമകൾക്ക് ട്രേഡ് യൂണിയനുകൾ നോട്ടീസ് നൽകി. രാവിലെ മുതൽ തന്നെ KSRTC സ്വകാര്യ ബസ്സുകൾ തൃശ്ശൂരിൽ സർവീസ് നടത്തിയില്ല. പണിമുടക്ക് ആരംഭിച്ച് 12 മണിക്കൂർ പിന്നിട്ടിട്ടും ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. അതേസമയം ആവശ്യ സർവീസുകളായ പാൽ, പത്രം, ആശുപത്രി എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പണിമുടക്കിന്റെ ഭാഗമായി ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സ്വരാജ് റൗണ്ടിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. INTUCയുടെ നേതൃത്വത്തിലുള്ള വലതു സംഘടനകൾ AG ഓഫീസിന് മുൻപിലും CITU, AITUC തുടങ്ങിയ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂർ പട്ടാളം റോഡിലെ സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും ധർണ സംഘടിപ്പിച്ചു. അധ്യാപകർക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും കേരള പത്രപ്രവർത്തക യൂണിയനും
ഇൻഷുറൻസ് പ്രതിരോധ ജീവനക്കാരും വിവിധ ഫെഡറേഷനുകളും മഹിളാ യുവജന വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് പിന്തുണ നൽകിയിട്ടുണ്ട്. നഗരത്തിൽ തുറന്നു പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസ് സമരക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അടച്ചു. പോസ്റ്റ് ഓഫീസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സമരക്കാർ എത്തിയതിനെ തുടർന്ന് പോസ്റ്റ് ഓഫീസിൽ പോലീസ് കാവൽ സുരക്ഷ ഏർപ്പെടുത്തി. നേതാക്കളും പോസ്റ്റ് മാസ്റ്ററും തമ്മിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ പോസ്റ്റ് ഓഫീസ് അടച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയ പണിമുടക്ക് ഷൊർണൂർ കുളപ്പള്ളി മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. അല്പം ചില വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയിരുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി ഷൊർണൂർ, കുളപ്പള്ളി എന്നിവിടങ്ങളിൽ CITUവിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ 24 മണിക്കൂർ പണിമുടക്കിനെ തുടർന്ന് ഷൊർണൂർ കുളപ്പള്ളി മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. അല്പം ചില വാഹനങ്ങൾ മാത്രമേ നിരത്തിൽ ഇറങ്ങിയിരുന്നുള്ളൂ. സ്വകാര്യ ബസ്സുകളോ KSRTC ബസ്സുകളോ സർവീസ് നടത്തിയില്ല. ബന്ദിന് സമാനമായ രീതിയിലായിരുന്നു പണിമുടക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് 10ഓളം ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിലേർപ്പെട്ടത്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാവിലെ ഷൊർണൂർ, കുളപ്പള്ളി എന്നിവിടങ്ങളിൽ CITU നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഷൊർണൂർ ടൗണിൽ നടന്ന പ്രകടനത്തിന് S. കൃഷ്ണദാസ്, MK ജയപ്രകാശ്, RG പിള്ള, V. വേണുഗോപാൽ, KP മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് മുതലാളിമാരെ മാത്രം സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെന്ന് പ്രകടനത്തിന് ശേഷം സംസാരിച്ച CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് തൊഴിലാളി ദ്രോഹ, ജനദ്രോഹ നടപടികൾ ശക്തമായിട്ട് തുടരുകയാണ്. 2014 അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2019 ആകുമ്പോഴേക്കും അവരുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ മുന്നണി എന്നുള്ള നിലയിലുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത്. MK ജയപ്രകാശ്, RG പിള്ള, V. വേണുഗോപാൽ, KP മണികണ്ഠൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാജ്യത്തെ മനുഷ്യസമ്പത്തും മൂല്യസമ്പത്തും അടിയറ വയ്ക്കുന്നതാണ് അമേരിക്കയുമായുള്ള വ്യാപാര കരാറെന്ന് CPM നേതാവ് AK ബാലൻ. അധ്വാനം സേവനമാണെന്ന നിലമറന്ന് അടിയറ വയ്ക്കാനുള്ള മനോഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് മോദി സർക്കാർ എന്നും AK ബാലൻ പറഞ്ഞു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് പാലക്കാട് നടന്ന ഇടത് ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാരിന് പാർലമെന്റിലും രാജ്യസഭയിലുമുള്ള ഭൂരിപക്ഷം രാജ്യദ്രോഹത്തിനായി ചെലവഴിക്കുകയാണ്. ചാതുർവർണ്ണ ചിന്താഗതിയിലാണ് രാജ്യത്ത് ഓരോ നിയമവും രൂപപ്പെടുന്നത്. രാജ്യത്തെ മനുഷ്യശേഷിയെയും സമ്പത്തിനെയും കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് മുൻപിൽ അടിയറ വയ്ക്കുകയാണ്. രാജ്യത്ത് നടപ്പിലാക്കുന്ന ലേബർ കോഡ് രാജ്യം നേടിയ വ്യവസായ സാങ്കേതിക വിപ്ലവത്തെ ഇല്ലാതാക്കും. വികസിത രാജ്യമല്ല, വികസിത കുത്തകകളാണ് മോദി താൽപര്യം. വ്യാപാര വ്യവസായ മേഖലകളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഓരോ മാറ്റവും ഓരോ ഭേദഗതിയും രാജ്യവിരുദ്ധമാണെന്നും AK ബാലൻ പറഞ്ഞു. ആ നയം നടപ്പിലാക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്ന ഒരു ഭാഗം എന്ന നിലയിലാണ് തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ട്രേഡ് യൂണിയൻ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ ക്രമാനുഗതമായ നടപടികൾ സ്വീകരിച്ചത്. ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കോൺഗ്രസ്സാണ് ഇതിൻ്റെ തുടക്കം. പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അത് പ്രകടമായി തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നു എന്ന് വരുത്താതിരിക്കാൻ വലിയ ശ്രമം അവർ നടത്തിയിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്, ട്രേഡ് യൂണിയൻ നേതാക്കളായ M. ഹംസ, വിജയൻ കുനിശ്ശേരി, V. സരള, TK നൌഷാദ്, K. മല്ലിക, വേലു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
UPA സർക്കാർ കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളുടെ പേര് മാറ്റി സ്വന്തം പേരിലാക്കാൻ ലജ്ജയില്ലാത്ത ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി CPM-ന് ബന്ധം കടലും കടലാടിയും പോലെയാണെന്നും തങ്കപ്പൻ പറഞ്ഞു. പണിമുടക്കിനോടനുബന്ധിച്ച് വലത് ട്രേഡ് യൂണിയൻ കേന്ദ്ര സർക്കാരിനെതിരെ പാലക്കാട് നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ തങ്കപ്പൻ. UPA സർക്കാർ കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികൾ സ്വന്തം പേരിലാക്കി മേനി നടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. മോദി സർക്കാർ നിർത്തലാക്കിയ ജനക്ഷേമ പദ്ധതികളും UPA സർക്കാർ നടപ്പിലാക്കിയവയാണ്. UPA സർക്കാരിന്റെ നയങ്ങൾ രാജ്യസുരക്ഷയ്ക്കും ജനക്ഷേമത്തിനും വേണ്ടിയായിരുന്നെങ്കിൽ മോദി സർക്കാരിൻ്റേത് അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ്. ലേബർ കോഡ് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ വഴിയാധാരമാക്കും. ലേബർ കോഡ് കേരളം നടപ്പിലാക്കില്ലെന്ന് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ ഉത്തരവിറക്കേണ്ടി വരും. PM ശ്രീ പദ്ധതിയിൽ രഹസ്യമായി ഒപ്പിട്ട കേരള സർക്കാർ മോദി ഭക്തിയിൽ ലേബർ കോഡും നടപ്പിലാക്കും. പദ്ധതിയിൽ നിന്ന് മഹാത്മാജിയുടെ പേര് ഒഴിവാക്കിയാലും ഭാരതീയരുടെ സ്ഥിരകളിൽ മഹാത്മാജി ജീവിക്കും. ഊർജ്ജമേഖല കുത്തകൾക്ക് വിൽക്കാനും സ്വകാര്യവൽക്കരിക്കാനുള്ളതിൻ്റെയും ഭാഗമായാണ് നയം മാറ്റമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. ഒരു ഭാഗത്ത് മുതലാളിത്ത രാജ്യങ്ങളും ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും പോയപ്പോൾ രണ്ടും സമന്വയിച്ചുകൊണ്ട് തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ മുതലാളിമാരെയും സാധാരണക്കാരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയെ ഭരിച്ചു പോയത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ 12 വർഷം ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് അന്ന് നമ്മൾ ചെയ്തത് എന്തായിരുന്നു? എല്ലാ മുതലാളിമാരുടെ നടത്തുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ ഗവൺമെൻറ് ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് അത് ദേശവൽക്കരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കൊടുത്തു. അതുകൊണ്ട് തൊഴിലാളികൾക്ക് തൊഴിൽ സ്ഥിരത കൊടുത്തു. ഏതൊരു തൊഴിലാളിയും ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അവൻ്റെ തൊഴിൽ സ്ഥിരത എന്നുള്ളത് ഒരു തൊഴിലാളിയുടെ അവകാശമാണ്. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ NM ഹമീദ്, B രാജേന്ദ്രൻ നായർ, മുബാറക്ക്, സുധാകരൻ പ്ലാക്കാട്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ദേശീയ പണിമുടക്ക് പത്തിരിപ്പാലം മേഖലയിലും പൂർണ്ണം. പണിമുടക്കിനോടനുബന്ധിച്ച് ടൗണിൽ പ്രകടനവും ഉണ്ടായിരുന്നു. പത്തിരിപ്പാല, മങ്കര, മണ്ണൂർ, ലക്കിടി മേഖലകളിൽ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായി അടഞ്ഞുകിടന്നു. മെഡിക്കൽ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിച്ചു. സർക്കാർ സ്ഥാപനങ്ങളെ പോലും പണിമുടക്ക് കാര്യമായി ബാധിച്ചു. KSRTC ബസ്സുകളൊന്നും നിരത്തിലിറങ്ങിയിരുന്നില്ല. അത്യാവശ്യമായി ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിയിരുന്നത്. മേഖലയിൽ ഹർത്താലിൻ്റെ പ്രതീതിയാണ് അനുഭവപ്പെട്ടത്. കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. നിരത്തിലാണെങ്കിൽ വാഹനങ്ങളില്ല. ഒരു സ്വകാര്യ, അതായത് പ്രൈവറ്റ് വാഹനങ്ങൾ, അത് വളരെ അത്യാവശ്യക്കാർ മാത്രം, അതായത് മോട്ടോർ ബൈക്കുകൾ ഇങ്ങനെയുള്ള മാത്രമേ കാണുന്നുള്ളൂ. ഓരോ ഹർത്താലോ ബന്ധമൊക്കെ വരികയാണെങ്കിൽ ഓരോ പാർട്ടിൻ്റെ യൂണിയൻ്റെ ആളുകളൊക്കെ വന്നിട്ട് കടകൾ അടപ്പിക്കുന്നതും റോഡിൽ കല്ലൊക്കെ ഇട്ട് വാഹനങ്ങൾ തടയുന്നതൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അതങ്ങനെയൊന്നും കാണുന്നില്ല. കാരണം ജനങ്ങളും സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ആളുകളും, അതായത് എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും, ഉദ്യോഗസ്ഥരും ആയിക്കോട്ടെ, പിന്നെ തൊഴിലാളികളായിക്കോട്ടെ, പിന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിക്കോട്ടെ, എല്ലാതരം ആളുകളും ഈ ബന്ദിൽ, ദേശീയ പണിമുടക്കിൽ ഇൻവോൾവഡ് ആയിരിക്കുകയാണ്. സാധാരണ ഈ പണിമുടക്കുകളിൽ തൊഴിലാളികൾ ഇറങ്ങി ജനങ്ങളെ കട അടപ്പിക്കലും വാഹനങ്ങൾ കടന്നു നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ മുമ്പുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ജനങ്ങൾ തന്നെ ഈ പണിമുടക്കിനെ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ, തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾക്കെതിരെ ജനങ്ങൾ ഒന്നിച്ചാണ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. രോഗികളെ വഹിച്ചുള്ള വാഹനങ്ങൾ, ആംബുലൻസ്, നാമമാത്രമായ സ്വകാര്യ വാഹനങ്ങൾ എന്നിവയാണ് സർവീസ് നടത്തിയത്. മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. പണിമുടക്കിനോടനുബന്ധിച്ച് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാവിലെ ടൗണിൽ പ്രകടനങ്ങളും നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട്ട് പ്രകടനം നടത്തി. പ്രസ് ക്ലബിന് മുന്നിൽ നിന്നും ആരംഭിച്ച പോസ്റ്റ് ഓഫീസിന് മുന്നിലും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് മുന്നിലും പ്രകടനത്തിന് ശേഷം പ്രകടനം അവസാനിച്ചു. പ്രസ് ക്ലബിന് മുന്നിൽ നിന്നും ആരംഭിച്ച് ആദ്യം പോസ്റ്റ് ഓഫീസിന് മുന്നിലും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് മുന്നിലും പ്രകടനം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് വിവിധ ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ആണവ മേഖലയിലെ സമ്പൂർണ്ണ വിദേശ നിക്ഷേപത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ വരെയുള്ള വിഷയങ്ങൾ പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. പ്രകടനത്തിന് യൂണിയൻ ജില്ലാ സെക്രട്ടറി M ശ്രീനേഷ്, പ്രസിഡന്റ് നോബിൾ ജോസ്, സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത,
ഭാരവാഹികളായ രമേശ് എഴുത്തച്ഛൻ, PS മനോജ്, T ജിനേഷ്, KNEF ഭാരവാഹി സനൽ ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടതുപക്ഷത്തു നിന്നുമാണ് ഇടതുപക്ഷത്തിൻ്റെ വീഴ്ചകളെ വിമർശിക്കുന്നതെന്ന് K സച്ചിദാനന്ദൻ. സ്വയം വിമർശനമില്ലെങ്കിൽ അപ്രമാദിത്യം തോന്നാമെന്ന് താൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. പൊതുതത്വത്തെ പോലും ഇവിടുത്തെ പാർട്ടി യുദ്ധങ്ങളിലേക്ക് ചുരുക്കി ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കാർഷിക മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. നെല്ല് സംഭരണത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു. ചിങ്ങം 1 കരിദിനം ആചരിച്ചവരും ട്രാക്ടർ റാലി നടത്തിയവരും എവിടെയെന്നും പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചു. നെല്ലിന് സംസ്ഥാനം നൽകുന്ന പ്രോത്സാഹന സഹായം നിർത്തണമെന്നും അധിക നെല്ല് സംഭരിക്കുന്നതിനുള്ള കേന്ദ്ര കാർഷിക നയം കർഷകരെ ഇല്ലാതാക്കുന്നതും കൃഷിഭൂമി ശവപ്പറമ്പാക്കുന്നതുമാണ്. പ്രോത്സാഹന സഹായം സംസ്ഥാനം നിർത്തലാക്കില്ല. നെല്ല് സംഭരിക്കുന്നതിലും വില നൽകുന്നതിലും സംസ്ഥാന സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ നെല്ല് സംഭരിക്കാനും വില നൽകാനും പരിഹാരം കണ്ടെത്തി. കർഷകരെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണ് കേരളത്തിലേത്. വേണ്ടിവന്നാൽ ഇനിയും വില വർദ്ധിപ്പിക്കും. നെല്ല് സംഭരണത്തിലെ പോരായ്മ ചൂണ്ടിക്കാട്ടി ചിങ്ങം 1 കരിദിന സമരം നടത്തിയ കോൺഗ്രസുകാരും ട്രാക്ടർ റാലി സംഘടിപ്പിച്ച BJPക്കാരും പ്രോത്സാഹനം നിർത്തണമെന്ന കേന്ദ്ര നയത്തിനെതിരെ ശബ്ദിക്കാത്തത് കർഷക വഞ്ചനയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്രത്തിന് കത്തയച്ചത് ജനങ്ങളെ പറ്റിക്കാനാണ്. ബജറ്റിൽ കേരളത്തിൽ ഒന്നും കിട്ടാതിരുന്നിട്ടും രാജീവ് ചന്ദ്രശേഖർ മിണ്ടിയില്ല. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെ പാർലമെന്റിൽ പോലും കോൺഗ്രസ് മിണ്ടുന്നില്ല. മാധ്യമങ്ങളും കർഷകരുടെ കാര്യത്തിൽ വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. അതുകൊണ്ട് പ്രോത്സാഹന ബോണസ് കൊടുക്കുന്ന കാര്യത്തിൽ നിർത്തലാക്കണമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആജ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇതിനകം തന്നെ തള്ളിക്കളഞ്ഞു. ഞങ്ങൾ കേരളത്തിലെ കർഷകർക്ക് നിലവിൽ കൊടുക്കുന്നതും വേണ്ടി വന്നാൽ ഇനിയും വർദ്ധിപ്പിക്കും എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട്. ഇവിടെ K സുരേന്ദ്രനല്ലേ ട്രാക്ടർ ഓടിക്കുന്നത്? നോക്കുക, സുരേന്ദ്രൻ ട്രാക്ടർ ഓടിക്കുന്നു, കൃഷ്ണകുമാർ അപ്പുറത്തുണ്ട്, ശോഭാ സുരേന്ദ്രൻ കൈവീശുന്നുണ്ട് അല്ലേ? ഇനിതാ ഷാഫി പറമ്പിൽ വണ്ടി ഓടിക്കുന്നുണ്ട്, അപ്പുറത്ത് ശ്രീകണ്ഠനുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ ആളുണ്ട്. ഇയാളുടെ പേര് ഞാൻ പറയണ്ടല്ലോ. എന്താണ് പാലക്കാടിന് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, പാലക്കാടിന് കിട്ടിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? ഒരു പരാതി പോലും നിങ്ങൾ പാലക്കാട്ടുകാർക്ക് കേൾക്കില്ല എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആളാണ്. ഇതൊക്കെ നാട്ടിൽ നടത്തിയ അപഹാസ സമരങ്ങളല്ലേ? ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരായി ഇവർ നടത്തുന്ന കോലാഹലങ്ങൾ അത് ആത്മാർത്ഥതയുള്ളതാണോ? കർഷകരോടുള്ള പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ളതാണോ? കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹം തള്ളി BJP നേതാവും മുൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണുമായ പ്രമീള ശശിധരൻ. അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് ഒരു മാധ്യമ ചാനലാണെന്നും 28 വർഷം ജനപ്രതിനിധിയാവുകയും സംഘത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു. കാരണം ഒരു തേജോവധം ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഈ റിപ്പോർട്ട് ചാനലിൽ കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് എന്നെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഒന്ന് വിളിച്ച് ചോദിക്കാം. ഇങ്ങനെ അതിപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് ചേച്ചി, അതെന്താണ്, എത്രത്തോളം ശരിയാണെന്ന് ചോദിക്കാം. അനാവശ്യമായിട്ടുള്ള വിവാദത്തിലേക്ക് വലിച്ചു വെക്കുക എന്നുള്ളത് ശരിയായ ഒരു രീതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മാനസികമായിട്ട് നമ്മൾ വിഷമിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഈ 25 വർഷം 3 മുറക്കും എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പാലക്കാട് നഗരസഭയുടെ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം, ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം. 3 മുറക്കമില്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് അറിയാം. ചെറുതുരുത്തിയിൽ വൻ മോഷണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിലവിളക്കുകളും മറ്റു സാമഗ്രികളും മോഷണം പോയി. ചെറുതുരുത്തി പായങ്കുളം റോഡ് മുണ്ടനാട്ട് പാടത്തിന് സമീപം പ്രവർത്തിക്കുന്ന പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന കടയിലാണ് മോഷണം നടന്നത്. നിലവിളക്ക്, പിച്ചള സാമഗ്രികൾ എല്ലാം മോഷണം പോയിട്ടുണ്ട്. പോലീസെത്തി അന്വേഷണം ആരംഭിച്ചു. സമീപത്തുള്ള 2 ക്യാമറകൾ മോഷ്ടാക്കൾ ഊരിമാറ്റിയതിനു ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ കടയിലെത്തിയ സുപ്രീമിൻ്റെ ഉടമസ്ഥൻ TG സുരേന്ദ്രനാണ് ആദ്യം കണ്ടത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സഹോദരൻ ശ്രീനിവാസൻ പറഞ്ഞു. രാത്രിയാണ് സാധനങ്ങൾ കളവ് പോയേക്കണത്. അതായത് വലിയ നിലവിളക്ക്, അങ്ങനെ ക്യാഷിൽ എത്ര പൈസ എന്ന് അറിയില്ല. അതൊക്കെ നോക്കിയിട്ട് ശേഷം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇനിയിപ്പോൾ പോലീസുകാർ വന്ന് എൻക്വയറി എടുത്തതിന് ശേഷമാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ അത് കയറി കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിലത്തെ എന്തൊക്കെ പോയി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ നഗരത്തിൽ ക്ഷേത്രങ്ങളിൽ മോഷണം. ഇരട്ടച്ചിറ ശിവക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം നഷ്ടപ്പെട്ടു. മാരിയമ്മൻ കോവിലിലും ഭണ്ഡാരം കുത്തി തുറന്ന് പണം മോഷ്ടിച്ചു. മോഷ്ടാവിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു.
മുള്ളൂർക്കരയിൽ ബുധനാഴ്ച വൈകിട്ട് ഓടിട്ട വീടിന് തീപിടിച്ചു. വീട് ഭാഗികമായി കത്തിനശിച്ച നിലയിലാണ്. വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. മുള്ളൂർക്കര വാടവരമ്പത്തുള്ള സുരേഷിൻ്റെ വീടാണ് കത്തിനശിച്ചത്. ബുധനാഴ്ച വൈകിട്ട് സുരേഷിൻ്റെ മക്കൾ സ്കൂൾ വിട്ടുവന്ന സമയത്താണ് വീടിൻ്റെ അടുക്കള ഭാഗം കത്തുന്നത് കണ്ടത്. ഉടനെ ഇവർ നാട്ടുകാരെയും വാർഡ് മെമ്പർ ബാലനെയും വിളിച്ചു വരുത്തി. നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുമെത്തി സമീപത്തുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം എത്തിച്ചു. ഈ സമയം സുരേഷും ഭാര്യയും ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് തീ കത്തിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. വീടും വീട്ടിലുണ്ടായിരുന്ന മറ്റുപകരണങ്ങളും കത്തിച്ച നിലയിലാണ്. KSEB അധികൃതരെത്തി കറണ്ട് കണക്ഷൻ വേർപെടുത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലയിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാത്തതിൽ 1-ാം വാർഡ് UDFിന്റെ നേതൃത്വത്തിൽ കൊട്ടക്കുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തേക്കിൻകാട്, പൂതത്തൊടി, ചിറയിൽ, നെല്ലിക്കുന്ന് മേഖലകളിലാണ് ഇനിയും പൈപ്പ് ലൈൻ സ്ഥാപിക്കാത്തത്. ഈ മേഖലകളിൽ കൂടുതൽ പാറകൾ ഉള്ള പ്രദേശമായതിനാൽ GI പൈപ്പാണ് സ്ഥാപിക്കേണ്ടത്. മറ്റു വാർഡുകളിലെല്ലാം തന്നെ ജലവിതരണം തുടങ്ങിയെങ്കിലും ഇതുമൂലം മേൽപ്പറഞ്ഞ മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ നടപടിയായിട്ടില്ല. രാഷ്ട്രീയ വിവേചനം കാണിച്ചുവെന്നാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ഹുസൈൻ ഷഫീഖിൻ്റെ ആരോപണം. ഉടൻ GI പൈപ്പ് സ്ഥാപിച്ച് കുടിവെള്ളം വിതരണം നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് വാർഡംഗം കൂടിയായ ഹുസൈൻ ഷഫീഖ് മുന്നറിയിപ്പ് നൽകി. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പ് എത്താത്തത് കാരണം തോട്ടിലെ വെള്ളം മാത്രം ആശ്രയിച്ച് കഴിയുന്ന തേക്കുംകാട് പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ വെള്ളം കിട്ടാതെ ദുരിതാവസ്ഥയിലാണുള്ളത്. അടിയന്തരമായി ഇതിന്റെ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്ത്, തേക്കുംകാട് പ്രദേശത്തും ചിറയിൽ പ്രദേശത്തും നെല്ലിക്കുന്ന് പ്രദേശത്തും ഉടൻ അടിയന്തരമായി പൈപ്പ് ലൈൻ എത്തിയിട്ടില്ലെങ്കിൽ ശക്തമായ സമരമുറകളിലോട്ട് ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഈ സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ ആളുകൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ വളരെയധികം ദുരിതം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഈ പ്രദേശത്തെ ആളുകൾക്ക് 200-ഓളം കുടുംബങ്ങൾക്ക് വെള്ളം എത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യം CCTV ക്യാമറയിൽ ലഭിച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നിന്നും 200 മീറ്റർ അകലെ അസുരംകുണ്ട് നൌഷാദ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും താറാവിനെ പിടിക്കുന്ന ദൃശ്യമാണ് ലഭിച്ചത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നിന്നും 200 മീറ്റർ അകലെ അസുരംകുണ്ട് ഡാം റോഡിൽ നൌഷാദ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും താറാവിനെ പിടിക്കുന്ന ദൃശ്യം ലഭിച്ചു. നൌഷാദിന്റെ വീട്ടിൽ നിന്നും താറാവിനെ സ്ഥിരമായി കാണാതാവുന്നത് ശ്രദ്ധയിൽപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് CCTVയിൽ താറാവിനെ പുലിയുടെ രൂപസാദൃശ്യമുള്ള മൃഗം പിടിക്കുന്നതായി കണ്ടത്. ഗ്രാമപഞ്ചായത്തും ഫോറസ്റ്റ് അധികാരികളും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നമ്മുടെ സ്വത്വവും ഐഡന്റിറ്റിയും എത്രത്തോളം ഉത്സാഹം കാണിക്കുന്നുവോ അത് അനുസരിച്ചായിരിക്കും സമൂഹം നമ്മെ അഭിസംബോധന ചെയ്യുന്നതെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ. വിശുദ്ധ റമളാനോടനുബന്ധിച്ച് ഖത്തർ കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ച് മഹലിലെ മദ്രസകളിൽ സേവനം ചെയ്യുന്ന 150 പേർക്കുള്ള 12ാമത് റിലീഫ് വിതരണവും മജ്ലിസുന്നൂർ ആത്മീയ സംഘവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഇളം തലമുറകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠവും അതാകട്ടെ എന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വിശുദ്ധ റമളാനോടനുബന്ധിച്ച് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല്ല് മദ്രസകളിൽ സേവനം ചെയ്യുന്ന 150 പേർക്കുള്ള 12ാമത് റിലീഫ് വിതരണം മജ്ലിസുന്നൂർ ആത്മീയ സംഘവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്തരത്തിലുള്ള വളരെ അല്ലാഹുവിലേക്ക് സ്വീകാര്യമായ ഏറ്റവും വലിയ അനുഗ്രഹീതമായ പ്രവർത്തനമാണ് ഖത്തർ പ്രവാസി കൂട്ടായ്മയിലൂടെ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികളുടെ പ്രാർത്ഥന എപ്പോഴും പ്രവാസികളായ ഇതിനുവേണ്ടി സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്നും ഉണ്ടാവുമെന്നാണ് സാന്ദർഭികമായുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥന ലഭിക്കുന്നതോടുകൂടി തന്നെയാണ് ഓരോ വർഷവും ഈ പ്രവർത്തനം ഇവിടെ നമുക്ക് നടത്താൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഉരുകിയുള്ള പ്രാർത്ഥന ഇവിടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ നാടിൻ്റെ നിരവധി പ്രയാസങ്ങൾ പരിഹരിക്കാൻ സാധ്യമായി കൊണ്ടിരിക്കുന്നത്. സയ്യിദ് നവീദ് ഹുസൈൻ തങ്ങൾ അജ്മീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തുൽ ബദ്രിയയിൽ വെച്ച് നടന്ന സംഗമത്തിൽ റിലീഫ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ചെയർമാൻ AK ഇസ്മായിൽ അൽ ഹസനിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരശ്ശേരി മഖാം ഷരീഫ് സിയാറത്തിനു ശേഷം ആരംഭിച്ച മജ്ലിസുന്നൂർ ആത്മീയ സംഗമത്തിന് മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് A അഷ്റഫ് ദാരിമിയും ബുർദ മജ്ലിസിന് ആനക്കയം സിദ്ദിഖിയ ഇഫ്ലുൽ ഖുർആൻ കോളേജ് വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിലെ മെയിൻ്റനൻസ് ഗ്രാൻഡിൽ പ്രതിപക്ഷ കൗൺസിലർമാരോട് പക്ഷഭേദം കാണിച്ചു എന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം. UDF BJP അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്.
ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന അംഗങ്ങൾ പ്രസിഡന്റിൻ്റെ ചേംബറിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. രാത്രി 9 മണിയോടെ പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ നീക്കം ചെയ്തത്. ബുധനാഴ്ച നടന്ന അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ നിന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോന്നത്. 2026-27 വാർഷിക പദ്ധതിയിലെ മെയിൻ്റനൻസ് ഫണ്ട് എല്ലാ വാർഡുകളിലേക്കും തുല്യമായി വീതിച്ചില്ല എന്നാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ആക്ഷേപം. ഭരണപക്ഷാംഗങ്ങളുടെ വാർഡുകളിലേക്ക് കൂടുതൽ തുകയും പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളിലേക്ക് കുറഞ്ഞ തുകയും വെച്ച് രാഷ്ട്രീയ പ്രേരിതവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ബേനകം, UDF കൗൺസിലർമാരായ നഫീസ ടീച്ചർ, KK സലീന, P ഹസീന, റഹ്മത്ത് ബീബി, വിദ്യ ടീച്ചർ, BJP കൗൺസിലറായ പ്രദീപ് കുമാർ എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ജനപക്ഷപാതം അവസാനിപ്പിക്കുക. ജനാധിപത്യം പുലരട്ടെ. ജനാധിപത്യം പുലരട്ടെ. പ്രതിഷേധം. ലഭ്യമായ ഫണ്ടിനെ എല്ലാ വാർഡുകളിലേക്കും പരിഗണിച്ചിട്ടുണ്ടെന്നും ഇബ്രാഹിം മേനകം പ്രതിദാനം ചെയ്യുന്ന വാർഡിലേക്കുള്ള പ്രധാന റോഡ് നിർമ്മിക്കുന്നതിനായി 12 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നുമാണ് ഭരണപക്ഷ അംഗങ്ങളുടെ വാദം. രാത്രി 9 മണിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ചേംബറിൽ കുത്തിയിരുന്ന പ്രതിഷേധക്കാരെ ഒറ്റപ്പാലം പോലീസ് എത്തിയാണ് നീക്കം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ മാരിയമ്മൻ കോവിലിൽ പൂജാ മഹോത്സവ ആഘോഷ നിറവിൽ. മഹോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ദത്തഗുരു പൂജ, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. ഷൊർണൂർ ശ്രീ മാരിയമ്മൻ കോവിൽ പൂജാ മഹോത്സവ ആഘോഷ നിറവിൽ. ഭക്തിയുടെ നിറവിൽ വിവിധ ആഘോഷ പരിപാടികൾ തുടർന്നു വരികയാണ്. മഹോത്സവത്തിന്റെ വ്യാഴാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ദത്തഗുരു പൂജയും ഉണ്ടായി. നിരവധി ഭക്തരാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. തുടർന്ന് പ്രസാദൂട്ട്, വൈകിട്ട് വിവിധ കലാപരിപാടികൾ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും ഉണ്ടായി. ആഘോഷത്തിൻ്റെ ഭാഗമായി 13-ന് വെള്ളിയാഴ്ച പൂർണ്ണാഭിഷേകം, പമ്പമേളം, കുംഭങ്ങളി, തമ്പോലമേളം, കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി അമ്മൻ താലാട്ടുപാട്ട്, ഉച്ചതിരിഞ്ഞ് സത്യകുംഭം എഴുന്നള്ളിപ്പിന് ഭാരതപ്പുഴയിലേക്ക് പുറപ്പെടൽ എന്നീ ചടങ്ങുകളും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരുത്തിപ്പുള്ളി ഹനുമാൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. മഹോത്സവത്തോടനുബന്ധിച്ച് വിശേഷ പൂജകളും ബുധനാഴ്ച വൈകിട്ട് ഭജനയും കൈകൊട്ടുകളിയും തെയ്യവും അരങ്ങേറി. പ്രതിഷ്ഠാദിനത്തിൽ ആധ്യാത്മിക പ്രഭാഷണവും ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചാടുന്ന സാധനത്തിനെ കൊരങ്ങ് എന്ന് വിളിക്കുക. അതിന് എന്തിനു വിളിക്കാൻ പറ്റില്ല? അതിന് ഹനുമാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഹനുമാൻ അതല്ല. ചാടി ചാടി കളിക്കുന്ന സ്വഭാവം ആർക്കില്ല? ഹനുമാനില്ല. ഹനുമാൻ എന്തിന്റെ ദേവതയാ? സ്ഥിരതയുടെ ദേവതയാണ്. മനസ്സ് ഒന്നിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന്റെ പേരാണ് ഹനുമാൻ. ആ ഹനുമാൻ എപ്പോഴാണ് ഈ ചാടി ചാടി കളിക്കണ കുരങ്ങ് എപ്പോഴാണ് അടങ്ങിയിരിക്കുക? എപ്പോഴും ചാടിക്കൊണ്ടേയിരിക്കുന്ന ഹനുമാൻ അല്ലെങ്കിൽ കുരങ്ങ് എവിടെയാണ് നിശ്ചലനായി നിരന്തരനായി കൈകൂപ്പി പ്രണമിച്ചുകൊണ്ടിരിക്കുന്നത്? ആവേശമായി കടയും ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല മഹോത്സവം. ബുധനാഴ്ച രാത്രി മണിക്കൂറോളം നീണ്ടുനിന്നു കാളവേല. പുരുഷാരമയം കാളവേല ആസ്വദിക്കാനെത്തിയിരുന്നു. വ്യാഴാഴ്ച പൂരമഹോത്സവം ആഘോഷിച്ചു. അലങ്കാര ദീപങ്ങളാൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ ഇണക്കാളുകൾ. രാത്രിയോടെ ക്ഷേത്രാങ്കണത്തിലെത്തിയപ്പോൾ കൂടി നിന്ന പുരുഷാരമയത്തിന് വിസ്മയ കാഴ്ചയാണ് സമ്മാനിച്ചത്. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വിവിധയിനം ജോഡി കാളകളാണ് മണിക്കൂറുകളോളം നീണ്ട കാളവേല മഹോത്സവത്തിൽ പങ്കാളികളായത്. കാളവേല മഹോത്സവം അക്ഷരാർത്ഥത്തിൽ വിസ്മയ കാഴ്ചയൊരുക്കി. വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ നടന്ന പൂരാഘോഷം വർണ്ണാഭമായി. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ വൈകിട്ടോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കാളിയാർ റോഡ് ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ജാതി മതഭേദമന്യേ സ്ത്രീകളും കുട്ടികളടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു.
ഇനിയുള്ള 3 ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും മൗലൂദ് പാരായണത്തിൻ്റെയും ദിനങ്ങളാണ്. ഫെബ്രുവരി 12, 13, 14 വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് ചന്ദനക്കുടം ആണ്ട് നേർച്ച ആഘോഷിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് 12:30 ലോഹർ നമസ്കാരത്തിന് മുൻപേ കൊടിയുയർത്തൽ കർമ്മം പള്ളി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മുട്ടും വിളിയുടെയും കുട്ടികളുടെ ദഫ് മുട്ടിൻ്റെയും മുതിർന്ന അംഗങ്ങളുടെ അറുവനമുട്ടിൻ്റെയും അകമ്പടിയോടുകൂടി പള്ളിഗേറ്റിൽ നിന്നും കാൽനടയായി പള്ളിമുറ്റത്ത് എത്തിയാണ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത്. ആഷൈഖ് അബ്ദുറഹ്മാൻ വലിയുള്ളാഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കാളിയാറോഡ് പള്ളി ജാറം മഖാമിലെ ആണ്ടുനേർച്ച ഏറെ പ്രസിദ്ധമാണ്. സർവ്വമത സൗഹാർദ്ദത്തിൻ്റെ പ്രതീകവും വിശ്വാസികളുടെ ആശാകേന്ദ്രം കൂടിയാണ് കാളിയാറോഡ് പള്ളി. നേർച്ചയുടെ ഭാഗമായി കാളിയാറോഡ് പള്ളി ജാറം കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് സുലൈമാൻ ദാരിമി ഏലംകുളം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹലിലെ ഖത്തീബുമാരുടെ ഉസ്താദുമാരുടെയും കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെയും മറ്റു വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KA അബ്ദുൽ അസീസ് കൊടിയുയർത്തൽ കർമ്മം നടത്തി. സെക്രട്ടറി PS മൊയ്തീൻകുട്ടി, ട്രഷറർ KM രാജേഷ് ഖാൻ, വൈസ് പ്രസിഡന്റ് VS കാസിം ഷാജി, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഇബ്രാഹിം, മറ്റു ഭാരവാഹികളും കൊടിയേറ്റ് കർമ്മത്തിന് സന്നിധരായി. പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ഭക്ഷണം നൽകിയാണ് ഭാരവാഹികൾ പറഞ്ഞയച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളും ശനിയാഴ്ച നേർച്ചയും നടത്തുമെന്ന് കാളിയാറോഡ് പള്ളി ജാറം കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് സുലൈമാൻ ദാരിമി ഏലംകുളം പറഞ്ഞു. ഇവിടുത്തെ എല്ലാ കർമ്മങ്ങൾക്കും നേതൃത്വം നിർവഹിക്കുന്ന കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ വളരെ വിപുലമായി ഇന്നു മുതൽ 3 ദിവസം ഭംഗിയായി ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ആഗ്രഹ സഫലീകരണത്തിനും രോഗശമനത്തിനും വിവിധ ആവശ്യങ്ങൾക്കായി സർവ്വമതവിശ്വാസികളും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടുന്ന ഈ മഹാതീർത്ഥാടന കേന്ദ്രത്തിൽ എല്ലാ മതവിശ്വാസികളെയും എല്ലാ വിഭാഗത്തെയും സ്നേഹാദരവുകളോടെ സ്വീകരിക്കുന്ന വളരെ കർമ്മധിരരായ കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ ഇതിൻ്റെ ദൈനംദിന പുരോഗതിക്കും നേർച്ചയുടെ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര കാഞ്ഞിരിശ്ശേരി മഖാം ഉറൂസ് മുബാറക്ക് തുടരുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന മുഖാം ഉറൂസ് മുറാഖിക്ക് പാലക്കാട് സയ്യിദ് അഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചത്. 8 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ജില്ലയിലെ തന്നെ പുരാതന മസ്ജിദുകളൊന്നായ കാഞ്ഞിരിശ്ശേരി മഹല്ല് ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മഖാം ജി തങ്ങൾ, സയ്യിദ് ഇമ്പിച്ച് കോയ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ഷരീഫ് സാഹിബ് തങ്ങൾ എന്നീ മഹാന്മാരുടെ ഉറൂസ് മുബാറക്കിന് ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കൊടിയേറ്റത്തോടെ തുടക്കമായി. ഖത്തീബ് AK ഇസ്മായിൽ അൽ ഹസനുടെ നേതൃത്വത്തിൽ സയ്യിദ് നവീദ് ഹുസൈൻ തങ്ങൾ, അജ്മീർ അടക്കമുള്ള പ്രമുഖ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, സൂഫി വര്യന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തങ്ങൾ കൊടിയേറ്റിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇനി മാറ്റുലി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പരാജയം പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവന്നു. സംഘടന ദുർബലവും നിഷ്ക്രിയവുമാണെന്നും സ്ഥാനാർത്ഥി നിർണയത്തിലും പാളിച്ചകൾ പറ്റി തുടങ്ങി സജീവമല്ലാത്ത ബ്രാഞ്ചുകളെ പറ്റിയും ലോക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തനമില്ലായ്മയും വോട്ടർമാരെ കണ്ട് സംസാരിക്കുന്ന രീതി മാറുന്നു തുടങ്ങിയ നിരവധി ആക്ഷേപങ്ങൾ CPM റിപ്പോർട്ടിലുണ്ട്. താങ്കൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിയിലേക്ക്. സംഘടനാ ദൗർബല്യം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു ഫാക്റ്റാണ്. ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയാലോ, CPM പോലത്തെ ഒരു പാർട്ടി താഴെ നിന്ന് മേലേക്ക് കെട്ടിപ്പടുത്തുണ്ടായതല്ല, മേലെ നിന്ന് താഴേക്ക് കെട്ടിപ്പടുത്തുണ്ടായതാണ്. അപ്പോൾ ആ മേൽക്കമ്മിറ്റികളുടെ പ്രവർത്തന രീതികളെല്ലാം താഴേക്ക് ബാധിക്കും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സ്വഭാവം അങ്ങനെയാണത്. അത് മേൽക്കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ താഴെ കമ്മിറ്റികളും പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ ബഹുജന സമ്പർക്കം കുറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ജനങ്ങളോട് എങ്ങനെ നേരിട്ട് ബന്ധപ്പെടാനുള്ളൊരു സംവിധാനം മാറിപ്പോയിട്ടുണ്ട്. കാരണം നമുക്ക് പുറത്തിറങ്ങിയിട്ട് ജനങ്ങളോട് പറയേണ്ട ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരവസ്ഥ വരുമല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഭരണരീതികളിൽ പല ആരോപണങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ താഴെ തട്ടിലുള്ള പ്രവർത്തകർ എങ്ങനെ ജനങ്ങളെ ബന്ധപ്പെടുന്നതാണ് ഈ പറയുന്നത്. അത് കഴിയാത്തൊരു കാര്യമാണ്. അവർ സംഘടന ശക്തമാണ്, സംഘടനാ സംവിധാനം ശക്തമാണ്. കാരണം അവരിപ്പോൾ ഒന്ന് ഉയർത്തി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഘടനയൊക്കെ ശരിക്കും കൃത്യമായിട്ട് പ്രവർത്തിക്കും. പക്ഷേ ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിയില്ല, അത് കഴിയില്ല. കാരണം ജനങ്ങളോട് എന്താണ് അവർ പറയുക,
ജനങ്ങളുടെ ഈ സമൂഹത്തിൽ കേട്ടുവരുന്ന പലതരം പ്രശ്നങ്ങൾ പലതരം ഈ 10 വർഷത്തിനിടയ്ക്ക് കേൾക്കുന്ന ഒരുപാട് ജനകീയ വിഷയങ്ങളുണ്ട്. നിസ്സാരമല്ലോ അത്. പല കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാണ്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പാർട്ടിക്ക് തുടർഭരണം ലഭിച്ചത് കേരളത്തിൽ പിണറായി സർക്കാരിനാണ്. തീർച്ചയായും അധികാരം തുടർച്ചയായി കിട്ടിയപ്പോൾ താഴെ തട്ടിലുള്ള നേതൃത്വത്തിൽ ഉദാസീനത അല്ലെങ്കിൽ നിഷ്ക്രിയത്വം ഉണ്ടായിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം, ജനകീയ പ്രതിബദ്ധതയുള്ള പ്രവർത്തനം എന്നത് പലരും മറന്നു. അങ്ങനെ ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ പല സ്ഥലത്തും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തിരുത്തപ്പെടണം. പല കാര്യങ്ങളും ജനങ്ങൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള ഒരു വിമുഖതയും ഈ താഴെത്തട്ടിലുള്ള നേതൃത്വത്തിന് ഉള്ളതായിട്ടും മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എവിടെ പ്രവർത്തനങ്ങൾ എവിടെ പാളിച്ച പറ്റിയോ അത് പരിഹരിക്കുന്നതിനും തീർച്ചയായിട്ടും ഈ സർക്കാർ നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം ഈ താഴെത്തട്ടുള്ള നേതൃത്വം കൈക്കൊള്ളണം. അതേസമയം അതിൻ്റെ പോരായ്മകൾ പ്രതിപക്ഷം പറയും. അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ജനാധിപത്യ രീതിയിലുള്ള ശക്തമായിട്ടുള്ള മത്സരത്തിൽ ജനം വ്യക്തമായിട്ട് വിധി എഴുതണം. ഇടതുപക്ഷ മൂല്യങ്ങൾ മറന്നുകൊണ്ടാണ് ഇന്നത്തെ CPM-ൻ്റെ നേതാക്കളുടെയും അണികളുടെയും പ്രവർത്തനം. അതുകൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്താനുള്ള ആർജവോ മനസ്സോ ഇപ്പോഴും ഇടതുപക്ഷത്തിനില്ല. അപ്പോൾ എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വൻ മരങ്ങൾ വരെ കടപുഴകി വീഴാനും ഇടതുപക്ഷത്തിൻ്റെ തകർച്ച തന്നെയാണ് കേരള സമൂഹം കാണാനിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പണിമുടക്ക്. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി നടത്തിയ പണിമുടക്ക് പൂർണ്ണം. പണിമുടക്ക് ബന്ദിന് സമാനമായി. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാട്, തൃശൂർ, ഷൊർണൂർ, കുളപ്പള്ളി, പത്തിരിപ്പാല, കോട്ടായി തുടങ്ങിയ മേഖലകളിൽ പണിമുടക്ക് അനുകൂലികളുടെ പ്രകടനം. പണിമുടക്ക് സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ UPA സർക്കാർ കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളുടെ പേര് മാറ്റി സ്വന്തം പേരിലാക്കാൻ ലജ്ജയില്ലാത്ത ആളാണ് നരേന്ദ്രമോദിയെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. രാജ്യത്തെ മനുഷ്യസമ്പത്തും മൂല്യങ്ങളും അടിയറവ് വയ്ക്കുന്നതാണ് അമേരിക്കയുമായുള്ള വ്യാപാര കരാറെന്ന് AK ബാലൻ. ഇടതുപക്ഷത്തു നിന്നുമാണ് ഇടതുപക്ഷത്തിന്റെ വീഴ്ചകളെ വിമർശിക്കുന്നതെന്ന് K. സച്ചിദാനന്ദൻ. സ്വയം വിമർശനമില്ലെങ്കിൽ അപ്രമാദിത്യം തോന്നാമെന്ന് താൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. പൊതുതത്വത്തെ പോലും ഇവിടുത്തെ പാർട്ടി യുദ്ധങ്ങളിലേക്ക് ചുരുക്കി ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നും സച്ചിദാനന്ദൻ. കാർഷിക മേഖലയെ ശവപ്പുറമ്പാക്കി മാറ്റുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. നെല്ല് സംഭരണത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും EN സുരേഷ് ബാബു. ചിങ്ങം 1-ന് കരിദിനം ആചരിച്ചവരും ട്രാക്ടർ റാലി നടത്തിയവരും എവിടെയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി. ചെറുതുരുത്തിയിലും തൃശ്ശൂരിലും മോഷണം. ചെറുതുരുത്തിയിലെ പ്ലംബിംഗ് കടയിലും തൃശ്ശൂരിലെ 2 ക്ഷേത്രങ്ങളിലുമാണ് കവർച്ച. മുള്ളൂർക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യം പുറത്ത്. മുള്ളൂർക്കരയിൽ ഓടിട്ട് വീടിന് തീപിടിച്ച് ഭാഗികമായി കത്തിനശിച്ചു. വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം. കോൺഗ്രസിലേക്ക് പോകുമെന്ന അഭ്യൂഹം തള്ളി BJP നേതാവും പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സണുമായ പ്രമീള ശശിധരൻ. 28 വർഷം ജനപ്രതിനിധിയാവുകയും സംഘത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്താണ് താൻ മുന്നോട്ടു പോകുന്നതെന്നും പ്രമീള ശശിധരൻ. ഷൊർണൂർ മാരിയമ്മൻ കോവിലിൽ പൂജ മഹോത്സവം ആഘോഷ നിറവിൽ. പരുത്തിപ്പള്ളി ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രം. ആവേശക്കാഴ്ചയായി കടയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂര മഹോത്സവം. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കാളിയാറോട് ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.